ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സ്രാവ് കറിയാണ്. അത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും എല്ലാം പെരക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇത് കുറച്ച് സമയം. അതിനാവശ്യമുള്ള സാധനം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഞാൻ ചീന്തി വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി, ഇത്തിരി മഞ്ഞളും, ആവശ്യത്തിന് മുളക് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് കൂടെ ചേർക്കാം. പിന്നെ തേങ്ങ ഞാൻ അരച്ച് വെച്ചതാണ്. ഇത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ഇത്തിരി ജീരകവും കൂട്ടി ഒരു മുറി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പും ലാസ്റ്റ് ഇടാൻ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് കാണാം. ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി അങ്ങിടുക, ഇഞ്ചി, കഷ്ണം പച്ചമുളക്, ആവശ്യത്തിന് പുളിയും വെള്ളവും ചേർത്തിട്ടൊന്ന് പെരക്കിയെടുക്കുക. ഇത് നല്ലോണം തക്കാളിയും പച്ചമുളകും ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം നമ്മൾ പെരക്കിയതിന് ശേഷം അരച്ച് വെച്ച് തേങ്ങ അതിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത്. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ആവശ്യത്തിന് നേരത്തെ ഇട്ട് പെരക്കി വെച്ചതുകൊണ്ട് ഒരുപാട് വേണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. കറി നന്നായി തിള വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം അത് ഇറക്കി വെക്കാം. ഇവിടെ ചോറും കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കഴിക്കാൻ പോന്നാണ്. സ്രാവിൻ്റെ കറിയും വറവും പൊരിച്ചവും പപ്പടവും എല്ലാം കൂടി ഊണാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്കും കമൻറ്റും ഷെയറും തരിക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും.